ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് പോകുന്നത് എവിടെയാ? കൈപ്പുറത്ത് തറവാട് നാഗസ്ഥാനത്തിലേക്കാണ് കേട്ടോ. ഇതെൻ്റെ അച്ചച്ചൻ്റെ തറവാട്. അപ്പോൾ ഇന്നവിടെ നാഗത്തിൽ പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്ക് തന്നെ നമ്പൂതിരികളെല്ലാം വന്നിട്ടുണ്ടായിന്. നാഗത്തിൽ ഇതെല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ. നാഗത്തിൽ പൂജയും നാഗത്തിൽ എന്തെല്ലോ സർപ്പബലി അങ്ങനെ എന്തെല്ലോ കഴിക്കും. ഇപ്പം നടക്കുന്നത് നാഗരൂട്ട് പൂജയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട്. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളായിരിക്കുമല്ലോ എല്ലാ വർഷവും. ഈ സമയത്താണ് കേട്ടോ ഇത് നടക്കൽ. അപ്പോൾ നമ്പൂതിരികളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വഴിപാടുകളെല്ലാം കഴിക്കാം കേട്ടോ. നമ്മളെ പുഷ്പാഞ്ജലിയും കഴിക്കാം, പിന്നെ സർപ്പബലി എല്ലാം കഴിക്കാം. പിന്നെ പായസം ഉണ്ടാവും, കടും പായസം നമുക്ക് വഴിപാടായിട്ട് കൊടുക്കാം. പിന്നെ ഈ പഴപ്പായസം നമ്മൾ പറയും, ഈ വെള്ളച്ചോറിന് അതിൽ നമുക്ക് നേടിക്കാം കേട്ടോ. നമുക്ക് ചീട്ടാക്കാം. അങ്ങനെ എന്തെല്ലോ ചടങ്ങുകളും പൂജകളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രസാദവും നമുക്ക് കിട്ടും. ഇതെൻ്റെ അച്ചച്ചൻ്റെ തറവാടാണ്. അപ്പോൾ കുറേ കുടുംബാംഗങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരും വരും. ആർക്കുവാണെങ്കിലും എന്ത് പൂജയും വേണമെങ്കിലും നമുക്ക് കഴിക്കാം, എന്ത് നേർച്ച വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചടങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രസാദം തരിക. അപ്പോൾ ഏകദേശം ചടങ്ങുകൾ അവസാനിക്കണമെങ്കിൽ നമ്മൾ പിന്നെ നമ്പൂതിരിക്ക് ദക്ഷിണ കൊടുത്ത് കുറി വാങ്ങും, പ്രസാദം വാങ്ങും. പിന്നെ പ്രസാദമായിട്ട് നമുക്ക് നമ്മൾ കഴിച്ച വഴിപാടിൻ്റെയും പ്രസാദം നമുക്ക് കിട്ടും. കടുംപായസം കിട്ടും, വെള്ളച്ചോറ് കിട്ടും, പിന്നെ ഒരു പാൽപ്പായസം ഉണ്ട് കേട്ടോ. പാൽപ്പായസം കിട്ടും. പിന്നെ ഒരു ഇവിടെ ദൈവത്തിന് കൊടുത്ത് നേദിച്ചിട്ടുള്ള പാലെല്ലാം കിട്ടും, പിന്നെ എണ്ണ കിട്ടും. ഇതെല്ലാം അവിടെ ആരാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ വർഷവും നടക്കുന്നതാണ്. ഇതാണ് നാഗത്തിൻ്റെ പ്രതിഷ്ഠ നമ്മളിവിടെ ഉണ്ട്. ഇനി എല്ലാവർക്കും പ്രസാദം വിതരണം അവർ ചെയ്യും. പിന്നെ നമ്പൂതിരികൾക്ക് നമുക്ക് ദക്ഷിണ കൊടുത്ത് നമുക്ക് പ്രസാദം ചന്ദനം കുറിയെല്ലാം നമുക്ക് അവരിപ്പോൾ തരും. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ പായസം എല്ലാം വെക്കുന്നത്. ഇതെല്ലാം നമ്പൂതിരികൾ തന്നെ വെക്കുന്നതാണ് കേട്ടോ. പായസവും കടും പായസം എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതാണ് പായസത്തിൻ്റെ ഏരിയ, അതായത് പ്രസാദത്തിൻ്റെ ഏരിയ. ഈ കാണുന്ന വലിയ വട്ടിലത്തിൽ കാണുന്ന കടും പായസമാണ്. പിന്നെ പാൽപ്പായസം ഉണ്ട്, പിന്നെ നേദ്യച്ചോറുണ്ട് കേട്ടോ. ഈ വെള്ളച്ചോറ് നേദ്യച്ചോറാണ്. അതെല്ലാം നമുക്ക് തരുന്നതാണ് കേട്ടോ. നമ്മൾ കഴിപ്പിക്കുന്ന വഴിപാടിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രസാദം തരും. ഇത് ചടങ്ങെല്ലാം തീരാനായി കേട്ടോ. ചടങ്ങെല്ലാം തീർന്ന് ലാസ്റ്റായി ഇപ്പോൾ ഏകദേശം. നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ നാഗം കൂടി അല്ലേ, നല്ല ശുദ്ധിയോടും കൂടി വേണം പോകാനെല്ലാം വേണ്ടിയിട്ട്. നമ്മൾ ഗുണം ചെയ്യാനും ആണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ദോഷം ചെയ്യാനും പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റായി. നമ്പൂതിരികളെല്ലാവർക്കും കുറിയെല്ലാം കൊടുക്കുന്ന പ്രസാദം കൊടുക്കുന്ന ചടങ്ങാണ്. ഇത് കണ്ട് എല്ലാ പരിപാടിയും തീർന്നിട്ട് നമ്പൂതിരികൾ പോയി. അപ്പോൾ പ്രസാദം കുറേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രസാദം എല്ലാം വീട്ടിലേക്ക് കൊണ്ടു. ഇതെല്ലാം അവിടെ വല്ല പാത്രങ്ങൾ കഴുകേണ്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നല്ല അടിപൊളി കടുംപായസം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ പഴമെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ചാച്ചാ ബൈ ബൈ.